അസ്സലാമു അലൈക്കും. നമ്മളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ വട്ടത്തിലുള്ള പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുത്തപ്പോൾ നമ്മളെ ഡോ സെറ്റായിട്ടുണ്ട്. നമുക്ക് 3 പാർട്ടാക്കാം. 3 ഭാഗങ്ങളാക്കിയിട്ട് ഇങ്ങനെ 3 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് 3 ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഓരോ ബൗളും ഇതുപോലെ വെച്ചിട്ട് ചപ്പാത്തി പോലെ വെച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത്രയും നൈസായിട്ട് ഇത്ര വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ബോൾ നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതെല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് മൈദ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത ചപ്പാത്തി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. വീണ്ടും നെയ്യും മൈദയും നമുക്കിതിൻ്റെ മുകളിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ആ ഭാഗം ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്കിത് ഈ ഒരു വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഓരോ പീസ് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കോല് വെച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അങ്ങോട്ട് പരത്തി കൊടുക്കാം. ചെറുതായിട്ട് ഒരുപാട് പ്രസ് ചെയ്യരുത്. ഇങ്ങനെ എല്ലാതും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്യണം നോക്കാം. ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി